ജനുവരി 14, 2026 ലോകേഷ് കനകരാജ് പുറത്തുവിട്ട ഒരു അപ്ഡേറ്റ് തമിഴ് സിനിമാ പ്രേമികളെ ഒന്നടങ്കം ആശങ്കയിലാഴ്ത്തി. കൂലിക്ക് ശേഷം ലോകേഷ് സംവിധാനം ചെയ്യുന്ന അടുത്ത ചിത്രം തെലുങ്ക് സൂപ്പർസ്റ്റാർ അല്ലു അർജുനൊപ്പമായിരിക്കും. ഈ വാർത്ത വന്നതിനു പിന്നാലെ സോഷ്യൽ മീഡിയയിൽ ചോദ്യങ്ങളുടെയും ആരോപണങ്ങളുടെയും ആശങ്കകളുടെയും പെരുമഴയായിരുന്നു. ലോകേഷ് തമിഴ് സിനിമ വിടുകയാണോ? LCU വെറുമൊരു മാർക്കറ്റിംഗ് തന്ത്രമായിരുന്നു? കൈദി 2 നിശബ്ദമായി ഉപേക്ഷിക്കപ്പെട്ടോ? ഏറ്റവും പ്രധാനമായി, is this the end of the LCU? We had a good thing, you stupid son of a bitch. We had Fring. We had a lab. We had everything we needed. It all ran like clockwork. You could have shut your mouth, cooked, and made as much money as you ever needed. It was perfect. ഈ സാഹചര്യത്തെ കൃത്യമായി മനസ്സിലാക്കാൻ വെറും വികാരപ്രകടനങ്ങൾക്കപ്പുറം വലിയൊരു ചിത്രം നമ്മൾ കാണേണ്ടതുണ്ട്. കൂലിക്ക് ശേഷം കൈദി 2 വരുമെന്നായിരുന്നു ലോകേഷ് നേരത്തെ പറഞ്ഞിരുന്നത്. Naturally, fans who had invested emotionally in the LCU felt disappointed when the Allu Arjun project took priority instead. എന്നാൽ അല്ലു അർജുൻ ചിത്രം പൂർത്തിയാക്കിയ ശേഷം കൈദി 2 ഉറപ്പായും സംഭവിക്കുമെന്ന് ലോകേഷ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. കാർത്തിയുടെ ഡേറ്റുകൾ മറ്റൊരു സിനിമയ്ക്കായി മാറ്റിവെക്കേണ്ടി വന്നതും മൈത്രി മൂവി മേക്കേഴ്സിനോടും അല്ലു അർജുനോടും വർഷങ്ങൾക്ക് മുമ്പേ ലോകേഷ് നൽകിയിരുന്ന വാഗ്ദാനവുമാണ് ഈ മാറ്റത്തിന് പിന്നിൽ. എല്ലാം ഒത്തുവന്നപ്പോൾ അദ്ദേഹം ആ പ്രോജക്റ്റുമായി മുന്നോട്ടു പോകാൻ തീരുമാനിച്ചു. ഇതൊരു വഞ്ചനയല്ല, മറിച്ച് സിനിമയിലെ പ്രായോഗികമായ ഒരു തീരുമാനമാണ്. ലോകേഷ് കനകരാജ് തമിഴ് സിനിമയുടെ അതിരുകൾക്കപ്പുറത്തേക്ക് വളർന്നു കഴിഞ്ഞു. തമിഴകത്തെ ഇന്നത്തെ മുൻനിര താരങ്ങളുടെ സാഹചര്യം നോക്കുക. വിജയ് രാഷ്ട്രീയത്തിലേക്ക് ചുവടുമാറുന്നു. രജനീകാന്ത് തന്റെ അഭിനയ ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിലാണ്. അജിത് തന്റെ റേസിംഗ് പാഷന് കൂടുതൽ സമയം നൽകുന്നു. ഈ ഘട്ടത്തിൽ വലിയ ബജറ്റും വിപുലമായ വിതരണ സൗകര്യങ്ങളുമുള്ള ഒരു ചിത്രം നിർമ്മിക്കാൻ ഇൻഡസ്ട്രി വലിയ വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. ലോകേഷ് ഇന്ന് വെറുമൊരു ക്രിയേറ്റീവ് സംവിധായകൻ മാത്രമല്ല, അദ്ദേഹം വലിയൊരു ഉത്തരവാദിത്തം കൂടിയാണ്. അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ വൻ നിക്ഷേപങ്ങളാണ്. തന്റെ സ്വപ്ന പദ്ധതിയായ ഒരു സയൻസ് ഫിക്ഷൻ ചിത്രമോ മറ്റോ നിർമ്മിക്കാൻ നിലവിലെ തമിഴ് വിപണി മാത്രം മതിയോ എന്ന പ്രായോഗിക ചോദ്യം അവിടെ ഉയരുന്നു. അവിടെയാണ് തെലുങ്ക് സിനിമയുടെ പ്രസക്തി. തെലുങ്ക് സിനിമ ഇന്ന് പ്രവർത്തിക്കുന്നത് മറ്റൊരു തലത്തിലാണ്. വലിയ ബജറ്റുകൾ, വിപുലമായ തിയേറ്റർ റീച്ച്, നഷ്ടസാധ്യത കുറയ്ക്കുന്ന ബിസിനസ് മോഡലുകൾ എന്നിവ അവർക്കുണ്ട്. അതിലുപരി വികാരങ്ങൾക്കപ്പുറം കണക്കുകൾക്ക് മുൻഗണന നൽകുന്ന ഒരു പാൻ ഇന്ത്യൻ പ്രേക്ഷക സമൂഹം അവർക്കുണ്ട്. അല്ലു അർജുൻ വെറുമൊരു തെലുങ്കു നടനല്ല. പുഷ്പ സീരീസിലൂടെ അദ്ദേഹം ഇന്ത്യയിലുടനീളം 2000 കോടിയിലധികം രൂപയുടെ ബിസിനസ് മൂല്യമുള്ള താരമായി മാറിക്കഴിഞ്ഞു. ഈ ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തോടൊപ്പം സിനിമ ചെയ്യുക എന്നത് ലോകേഷിന്റെ കരിയറിലെ വലിയ ഒരു ചുവടുവെപ്പാണ്. ഇത് തമിഴ് സിനിമയെ ഉപേക്ഷിക്കലല്ല, മറിച്ച് തന്റെ സിനിമകൾക്ക് വലിയൊരു ക്യാൻവാസ് ഒരുക്കാനുള്ള തയ്യാറെടുപ്പാണ്. ആരാധകർക്ക് ഏറ്റവും വലിയ ആശ്വാസം നൽകുന്ന കാര്യം ലോകേഷ് തന്നെ ഉറപ്പിച്ചു പറഞ്ഞിട്ടുണ്ട്. കൈദി 2വിന് ശേഷം അദ്ദേഹം വിക്രം 2ഉം സൂര്യയുടെ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന റോളക്സ് സ്പിൻ ഓഫും ചെയ്യും. LCU പൂർത്തിയാക്കപ്പെടുക തന്നെ ചെയ്യും. പകുതി വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ട കഥകളോ മാറ്റിവെച്ച പ്രോജക്റ്റുകളോ ഉണ്ടാകില്ല. ഈ താമസം അല്പം നിരാശയുണ്ടാക്കാമെങ്കിലും ഇതൊരു പൂർണ്ണ വിലാമമല്ല, മറിച്ച് ഒരു ചെറിയ പോസ് മാത്രമാണ്.